ദശമസ്കന്ധത്തില് 66-ാമത്തെ അധ്യായത്തെ പ്രതികരിച്ചുകൊണ്ടുള്ള പ്രഭാഷണമാണ്. വിജയലക്ഷ്മിക്ക് കവിയ അവര് 3 പേരും സഹോദരിമാര് ഈ ഗ്രൂപ്പില് ഉണ്ട്. പത്മജി ചേച്ചി, പവനും പാറുക്കുട്ടി, വിജയലക്ഷ്മി ചേച്ചി. വിജയലക്ഷ്മി ചേച്ചിയുടെ പ്രഭാഷണമാണ് ഇപ്പോ. എല്ലാ ആചാര്യ മര്യാദകളോടും കൂടി കഴിഞ്ഞ സംഘത്തിലും ഉള്ള കൂടെ ആയിരുന്നു. പാദങ്ങളിൽ വീണ് നമസ്കരിച്ചുകൊണ്ട് 66-ാമത്തെ അധ്യായത്തെ അധികരിച്ചുകൊണ്ടുള്ള പ്രഭാഷണത്തിൽ കവിനെ സ്വാഗതം ചെയ്യുന്നു. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗണപതയേ നമ. സരസ്വത്യൈ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ഗുരുഭ്യോ നമ. തിരുമേനിക്ക് പാദ നമസ്കാരം. ഭാഗവത കുടുംബത്തിലെ എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഇവിടെ എനിക്ക് പ്രഭാഷണത്തിന് കിട്ടിയിട്ടുള്ളത് ദശമം 66-ആണ്. ഈ ഭാഗവത പഠനത്തിന്റെ ഒരു ഭാഗമായിട്ട് തന്നെ ഈ പ്രഭാഷണത്തിനെ ഞാൻ മനസ്സിലാക്കുന്നു. ജഗൽപതിയായ ഭഗവാന്റെ കഥകൾ ഏവരും ഇഷ്ടപ്പെടുന്നു. ബാലലീലകൾ കൊണ്ട് ഭഗവാൻ ഗോകുലവാസികളെ മുഴുവനും ആനന്ദിപ്പിച്ചു. പുത്രഭാവത്തിൽ കണ്ടവർക്കും സുഹൃത്തായി കണ്ടവർക്കും ബന്ധുക്കൾക്കും ഭക്തർക്കും എല്ലാം ഭഗവാൻ അനുഗ്രഹം നൽകി. ഗജേന്ദ്രന് മോക്ഷം നൽകി കഥയും, പ്രഹ്ലാദന് അനുഗ്രഹം നൽകിയ കഥയും, അംബരീഷനെ രക്ഷിച്ച കഥയും എല്ലാം നമുക്കറിയാം. ഭഗവാൻ എല്ലാ ഭക്തരുടെയും രക്ഷകനാണ്. ആശ്രയിച്ചവരെ ഉപേക്ഷിക്കാത്തവനാണ്. ഭേദഭാവം ഇല്ലാതെ ദേവന്മാരെയും അസുരന്മാരെയും മനുഷ്യരെയും മൃഗങ്ങളെയും ഒക്കെ രക്ഷിച്ചു. അതിനുവേണ്ടി പല രൂപങ്ങളും സ്വീകരിച്ചു. സ്നേഹത്തോടെയും ഭക്തിയോടെയും ചിന്തിച്ച് ആശ്രയിച്ചവർക്ക് മാത്രമല്ല അനുഗ്രഹം നൽകിയത്. ദശമം 44-ാം അധ്യായത്തില് കാണാം, കംസൻ കൃഷ്ണനെ ഭയത്തോടെയാണ് കണ്ടിരുന്നത്. സദാസമയവും ഭയം കൊണ്ട് ഭഗവത് സ്മരണയിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് മരണസമയത്ത് ശംഖചക്ര ഗദാദി രൂപത്തോടെയുള്ള ഭഗവാന്റെ ദർശനവും കിട്ടി. അതുപോലെ ശിശുപാലൻ, അത് ഭഗവാനെ ഒട്ടും ഇഷ്ടമില്ലാതിരുന്ന ഒരാളായിരുന്നു ശിശുപാലനും ഭഗവാൻ വധിച്ചപ്പോൾ ഭക്തന്മാർക്ക് കിട്ടുന്ന ഒരു പദവിയാണ് കിട്ടിയത്. ഇനി നമുക്ക് ഞാൻ തന്നെയാണ് വാസുദേവൻ എന്ന് ചിന്തിച്ച് എല്ലാ സമയവും ചിന്തിച്ചുകൊണ്ടിരുന്ന പൗണ്ഡ്രക വാസുദേവന്റെ കഥ കേൾക്കാം. ചിത്തവൃത്തി നിരോധം എന്ന ലക്ഷണത്തോടെയുള്ള ദശമസ്കന്ധത്തിലെ 66-ാം അധ്യായത്തിൽ പൗണ്ഡ്രക വാസുദേവനെയും കാശി രാജാവിനെയും ഭഗവാൻ വധിക്കുന്നത് ഉള്ള ഒരു കഥയാണ് ശ്രീശുക മഹർഷി പരീക്ഷിത രാജാവിന് വിവരിച്ചു കൊടുക്കുന്നത്. ദ്വാരകയുടെ സമീപത്തുള്ള കരുഷം എന്ന രാജ്യത്തിലെ രാജാവായിരുന്നു പൗണ്ഡ്രകൻ. വാസുദേവൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര്. അതിനാൽ പൗണ്ഡ്രക വാസുദേവൻ എന്നാണ് വേണ്ടത്ര വിവരമില്ലാത്ത ആളുകളൊക്കെ പൗണ്ഡ്രകനെ വിളിച്ചിരുന്നത്. താൻ തന്നെയാണ് യഥാർത്ഥത്തിലുള്ള വാസുദേവൻ എന്ന് പൗണ്ഡ്രകനും കരുതി. കൂടാതെ ശിശുപാലൻ, ജരാസന്ധൻ, കാശിരാജാവ് എന്നിവരുടെ മുഖസ്തുതിയെല്ലാം പൗണ്ഡ്രകൻ വിശ്വസിച്ചു. അങ്ങനെ ഞാൻ തന്നെയാണ് യഥാർത്ഥത്തിലുള്ള ജഗൽപതിയായ ആ സാധു സംരക്ഷണത്തിനായി ഭൂമിയിൽ അവതരിച്ചിട്ടുള്ള മഹാവിഷ്ണുവിന്റെ അവതാരം എന്ന് പൗണ്ഡ്രകൻ വിചാരിച്ചു.
അതങ്ങനെ വിശ്വസിച്ചു. അങ്ങനെ ഒരു താൻ തന്നെ പൗണ്ഡ്രകനാണെന്ന് പ്രഖ്യാപിച്ചു. അങ്ങനെ ഒരു ഭാവമായിരുന്നു ആൾക്ക്. പലരും അതിനെ അംഗീകരിക്കുകയും കൂടി ചെയ്തു. താൻ നാശരഹിതനായ വാസുദേവനാണെന്ന് തന്നെ പൗണ്ഡ്രകൻ കരുതി. കൃഷ്ണന്റെ മഹിമ ഒട്ടും അറിയാത്ത ഒരാളായിരുന്നു പൗണ്ഡ്രകൻ. അയാൾ മരം കൊണ്ട് ആയുധങ്ങൾ ഉണ്ടാക്കി, ഗരുഡനെ ഉണ്ടാക്കി. കൃഷ്ണന് 4 കൈകളാണല്ലോ ഉള്ളത്. ഇവിടെ പൗണ്ഡ്രകന് 2 കൈകളേ ഉള്ളൂ. അപ്പോൾ മരം കൊണ്ട് തന്നെ 2 കൈകളും ഉണ്ടാക്കി. പൗണ്ഡ്രകന്റെ സുദർശന ചക്രം തിരിയില്ല. അത് പൗണ്ഡ്രകൻ തന്നെ ശ്രമിക്കണം. ഭഗവാന്റെ സുദർശന ചക്രം അങ്ങനെയല്ലല്ലോ. ഇങ്ങനെ പിന്നെ വില പിടിച്ചിട്ടുള്ള ധാരാളം മാലകള് ധരിച്ചു, ആഭരണങ്ങളൊക്കെ ധാരാളം ധരിച്ചു, നീളമുള്ള വനമാലയും എല്ലാം. കൃഷ്ണന്റേതുപോലെ പീതാംബരം ധരിച്ചു. അങ്ങനെ സ്വയം കൃഷ്ണനായിട്ട് തന്നെ ഇരിക്കുകയായിരുന്നു. പിന്നെ ശ്രീവത്സം വേണമല്ലോ. അതിന് ഇരുമ്പ് ചുട്ടുകൊഴിപ്പിച്ച് മാറത്ത് വെച്ച് ഒരു മറു സമ്പാദിച്ചു. നീല ചായം കൊണ്ട് ശരീരത്തിന് നീല നിറവും ഉണ്ടാക്കി. കുട്ടികളൊക്കെ തമ്മിൽ ചേർന്ന് പലതരം കളികൾ കളിക്കാറുണ്ടല്ലോ. അങ്ങനെയൊക്കെ കളിക്കുന്നതിൻ്റെ ഇടയിൽ ചിലപ്പോൾ രാജാവായും അവർ അഭിനയിക്കാറുണ്ട്. ഒരു കുട്ടിയെ രാജാവായി നിശ്ചയിക്കും. അങ്ങനെ ഇവർ പൗണ്ഡ്രകനെ രാജാവായി നിശ്ചയിക്കാറുണ്ട്. യഥാർത്ഥത്തിലുള്ള രാജാവ് പോലെ ആയി പൗണ്ഡ്രകന്റെ മനസ്സ്. ഒരിക്കൽ ബലരാമൻ വൃന്ദാവനത്തിലേക്ക് പോയിരിക്കുകയായിരുന്നു. കുറെ കാലം കഴിഞ്ഞിട്ടാണ് പിന്നെ തിരിച്ചു വരുന്നത്, 2 മാസത്തോളമൊക്കെ. അങ്ങനെയുള്ള ഒരു അവസരത്തില് ഈ പൗണ്ഡ്രകൻ വിലമതിക്കാൻ പറ്റാത്ത, നിശ്ചയിക്കാൻ പറ്റാത്ത അത്ര ഐശ്വര്യങ്ങളോടെ ദ്വാരകയിൽ വസിക്കുന്ന ശ്രീകൃഷ്ണന്റെ വാസുദേവന്റെ അടുത്തേക്ക് ഒരു ദൂതനെ പറഞ്ഞയച്ചു. ആ ദൂതൻ ദ്വാരകയിൽ ചെന്നു. ദ്വാരകയില് സഭയില് അവിടെ ഉഗ്രസേനൻ, ശ്രീകൃഷ്ണൻ തുടങ്ങിയ അവിടെ ധാരാളം ആളുകളുണ്ടായിരുന്നു. ആ സഭ അങ്ങനെ നിറഞ്ഞിരുന്നു. അവിടേക്ക് ഈ ദൂതൻ ചെന്നു. അവിടെ പ്രവേശിച്ച് ഈ ഒരു സന്ദേശം കൊടുത്തിട്ടുണ്ട്. ആ സന്ദേശത്തെ അവിടെ ഭഗവാന്റെ കയ്യിൽ കൊടുത്തു. ശ്രീകൃഷ്ണൻ അത് ആ സഭയിൽ തന്നെ ഉറക്കെ വായിച്ചു. സാക്ഷാൽ ശ്രീനാരായണന്റെ അവതാരം എന്ന വാസുദേവൻ എന്ന പേരില് ഭഗവാൻ മഹാവിഷ്ണു അവതരിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. ആ അവതരിച്ചത് ഞാൻ തന്നെയാണ്, അങ്ങല്ല. അങ്ങയുടെ ഈ നാമം ഉപേക്ഷിക്കണം, അങ്ങയുടെ ആയുധങ്ങളും ദ്വാരകയും ഉപേക്ഷിക്കണം, എന്നിട്ട് എന്നെ ശരണം പ്രാപിക്കണം, അല്ലെങ്കിൽ എന്നോട് യുദ്ധത്തിന് വരിക എന്നായിരുന്നു ആ സന്ദേശം. ഈ ആൽപപ്രശംസാ രൂപത്തിലുള്ള ഇത്തരം വാക്കുകളൊക്കെ കേട്ട് സഭയിലുണ്ടായിരുന്ന ഉഗ്രസേനാദികൾ എല്ലാവരും ചിരിച്ചുപോയി. എന്നാൽ ഭഗവാൻ അത് ഒരു പരിഹാസമായാണ് തോന്നിയത്. ഉടനെ അതൊന്ന് ശരിയാക്കണമല്ലോ. ഭഗവാൻ വിചാരിച്ചു, ഉറക്കെ പറഞ്ഞു, ഹേ മൂഢ, ഈ ഏതൊരു ആയുധം, ഏതൊരു നാമമാണോ എന്നോട് ഉപേക്ഷിക്കണമെന്ന് പറയുന്നത്, ആ നാമത്തെ ഞാൻ ഉപേക്ഷിപ്പിക്കുന്നുണ്ട്. ഏതൊരു ആയുധമാണോ ഉപേക്ഷിക്കേണ്ടത്, ആ ആയുധം കൊണ്ട് നിന്നെ വധിക്കും. നിന്റെ ശരീരം ആ രണഭൂമിയിൽ കഴുകന്മാർക്കും നായ്ക്കൾക്കും ആഹാരമാക്കി തീർക്കുന്നുണ്ട്. നിന്റെ വായ പിളർക്കുകയാണ് ചെയ്യാൻ പോകുന്നത്.
എന്നിട്ട് പിന്നീട് ഭഗവാൻ ആ ദൂതനെ മടക്കി അയച്ചു. ഭഗവാൻ ദൂതനാകട്ടെ ശ്രീകൃഷ്ണൻ ചെയ്ത ഈ ആക്ഷേപ വാക്കുകളൊക്കെ തൻ്റെ സ്വാമിയോട് പോയി ഉണർത്തിക്കുകയും ചെയ്തു. കൃഷ്ണൻ തേരിൽ കയറി കാശിയിലേക്ക് പോയി. ശ്രീകൃഷ്ണൻ തന്നോട് എതിരിടാനായി വരുന്നുണ്ടെന്ന് പൗണ്ഡ്രകന് തോന്നി. ഉടനെ 2 അക്ഷൗഹിണി പടകളോടൊപ്പം കൊട്ടാരത്തിന് പുറത്തേക്ക് പെട്ടെന്ന് തന്നെ പോയി. സഹായത്തിനായി പൗണ്ഡ്രകന്റെ ബന്ധുവായിട്ടുള്ള കാശി രാജാവ് 3 അക്ഷൗഹിണി പടയുമായി സഹായത്തിനായി ചേർന്നു. അങ്ങനെ അവിടെ നിൽക്കുമ്പോഴാണ് അപ്പോഴേക്കും ശ്രീകൃഷ്ണൻ അവിടെ എത്തി. ശ്രീകൃഷ്ണൻ പൗണ്ഡ്രകനെ കണ്ടു. ശങ്കാര്യസി ഗദാശാങ്കശ്രീവത്സാദ്യുപലക്ഷിതം ബിഭ്രാണം കൗസ്തുഭമണിം വനമാലാവിഭൂഷിതം കൗശേയവാസസി പീതേവസാനം ഗരുഡധ്വജം അമൂല്യമൂല്യാഭരണം സ്ഫുരന്മകരകുണ്ഡലം. ശംഖ, ചക്രം, വാൾ, ഗദ, ശാങ്കം എന്നീ ആയുധങ്ങളും ശ്രീവത്സം, കൗസ്തുഭം, വനമാല എന്നീ ചിഹ്നങ്ങളും കൂടി ആ ചിഹ്നങ്ങളോടുകൂടി അതൊക്കെ ധരിച്ചിരിക്കുന്നു. ഒരു പീതാംബരം ഉടുത്ത് മറ്റൊന്ന് ഉത്തരീയമായും ധരിച്ചിരിക്കുന്നു. വാഹനത്തിൽ ഒരു കൊടിയടയാളം ഉണ്ടാക്കിയിട്ടുണ്ട്. വിലമതിക്കാൻ കഴിയാത്ത രത്നങ്ങൾ പതിച്ച കിരീടം ധരിച്ചിരിക്കുന്നു. തിളങ്ങുന്ന മകരകുണ്ഡലങ്ങൾ കാതിൽ ധരിച്ചുകൊണ്ട് തന്നോട് സദൃശമായ വേഷം ധരിച്ചിരിക്കുന്നവനായ പൗണ്ഡ്രകനെ കണ്ട് സാക്ഷാൽ ശ്രീഹരി അടക്കാനാവാതെ ചിരിച്ചുപോയി. കാരണം നടൻ വേഷം ധരിച്ച് രംഗത്തെത്തിയതുപോലെയാണ് തോന്നിയത്. യുദ്ധരംഗത്തിൽ പ്രവേശിച്ച സാക്ഷാൽ ശ്രീകൃഷ്ണനെ പൗണ്ഡ്രകന്റെ സഹായികൾ ശൂലം, ഗദ, പരിഘം, ശക്തി, വാൾ, ബാണം, തോമരം എന്നിവ കൊണ്ട് പ്രഹരിച്ചു. ശ്രീകൃഷ്ണൻ അവരുടെ ചതുരംഗ സൈന്യത്തെ ഗദ, വാൾ, ചക്രം, ബാണം എന്നിവ കൊണ്ട് എതിരിട്ടു. ഏതുപോലെ എന്നാണെങ്കിൽ അഗ്നി യുഗാവസാനത്തിൽ പ്രജകളെ വെവ്വേറെയായിട്ട് ദുഃഖിപ്പിക്കുന്നത് പോലെ തീവ്രമായ ഒരു ആക്രമണമായിരുന്നു. യുദ്ധക്കളം യുദ്ധവീരന്മാർക്ക് സന്തോഷമുണ്ടാക്കുന്നതായിരുന്നു. എന്നാൽ ഭീരുക്കൾക്ക് ഭയം വർദ്ധിപ്പിക്കുന്നതായിരുന്നു. അനേകം ആളുകൾ, തേര്, കുതിര, കഴുത, ഒട്ടകം എന്നിവയ്ക്കെല്ലാം നാശമുണ്ടായി. ഭഗവാൻ ഉറക്കെ പറഞ്ഞു, ഹേ പൗണ്ഡ്രക, ഭഗവാൻ ഏതൊരസ്ത്രങ്ങൾ ഉപേക്ഷിക്കണമെന്ന് എന്നോട് പറഞ്ഞുവോ ആ അസ്ത്രങ്ങൾ നിന്നെ വധിക്കാനായിക്കൊണ്ട് ഞാനിതാ നിന്റെ നേർക്ക് വിടുന്നു. നീ ലോകത്തെ വഞ്ചിക്കാനായി ധരിച്ചിരിക്കുന്ന നാമത്തെ ഞാൻ ഉപേക്ഷിപ്പിക്കും. ഞാൻ യുദ്ധത്തിനാണ് വന്നിരിക്കുന്നത്, ശരണം പ്രാപിക്കാനല്ല. ബാണങ്ങൾ കൊണ്ട് അവന്റെ തേരും കുതിരകളും നശിപ്പിച്ചു. ഞാൻ ഏതായുധം ഉപേക്ഷിക്കണമെന്ന് നീ ആവശ്യപ്പെട്ടുവോ ആ ആയുധത്തെ തന്നെ നിന്റെ നേർക്ക് വിടുന്നു. പെട്ടെന്ന് തന്നെ സുദർശന ചക്രം അവന്റെ ശിരസ്സറുത്തു. ഏതുപോലെ എന്നാൽ ദേവേന്ദ്രൻ പർവ്വതത്തിന്റെ ശിഖരങ്ങൾ മുറിച്ചതുപോലെ. മത്സരബുദ്ധിയോടെ ആണെങ്കിലും നിരന്തരം ഭഗവാനെ സ്മരിച്ച് താൻ ഭഗവാനാണെന്ന് വിചാരിച്ച് ഭഗവാനെ പോലെ വസ്ത്ര ആഭരണങ്ങൾ ധരിച്ച് നടന്നതിനാൽ വിഷ്ണുവിന് സമാനമായ രൂപം സിദ്ധിച്ച് പൗണ്ഡ്രകൻ വൈകുണ്ഠത്തിലെത്തി. പൗണ്ഡ്രകന് സായുജ്യമുക്തി കിട്ടിയെന്ന് നാരായണീയത്തിൽ ഭട്ടതിരി പറയുന്നു. ബാഹ്യമായ പ്രവൃത്തികൾ കൊണ്ട് ആരെയും സുകൃതി എന്നോ പാപി എന്നോ നിശ്ചയിക്കാൻ സാധ്യമല്ലെന്നും
മാനസിക കർമ്മമാണ് പുണ്യപാപങ്ങൾക്ക് കാരണം എന്നും പൗണ്ഡ്രകനെ ഉദ്ധരിച്ചുകൊണ്ട് ഭട്ടതിരി സമർത്ഥിക്കുന്നുണ്ട്. അതിനുശേഷം കാശി രാജാവിൻ്റെ ശിരസ് മുറിച്ചു. രാജാവിൻ്റെ ശിരസ് കാശി രാജധാനിയുടെ ഗോപുരദ്വാരത്തിൽ ചെന്ന് വീണു. ഏതുപോലെ എന്നാൽ ഒരു താമരമുട്ടിനെ തട്ടിത്തെറിപ്പിക്കുന്നത് പോലെ. പിന്നെ സമയത്ത് സിദ്ധന്മാർ ഭഗവാനെ സ്തുതിച്ചു. ഭഗവാൻ ദ്വാരകയിലേക്ക് മടങ്ങി. കാശി രാജാവിൻ്റെ പുത്രൻ സുദക്ഷിണൻ തൻ്റെ പിതാവിനെ സംഹരിച്ചവനെ കൊന്നിട്ട് പിതൃകടം തീർക്കും എന്ന് ശപഥം ചെയ്തു. ഗുരുവിൻ്റെ ഉപദേശപ്രകാരം മഹാദേവനെ പൂജിച്ച് സന്തോഷിപ്പിച്ചു. മഹാദേവൻ കാശിയിൽ പ്രത്യക്ഷപ്പെട്ട് വരം കൊടുത്തു. സുദക്ഷിണൻ തൻ്റെ പിതാവിനെ വധിച്ചവനെ വധിക്കാനുള്ള ഉപായം ലഭിച്ചു. ദക്ഷിണാഗ്നിയെ ശത്രുനാശത്തെ സങ്കല്പിച്ചുകൊണ്ട് വിധിപ്രകാരം ബ്രാഹ്മണരോടുകൂടി യജിക്കുക. എന്നാൽ നിന്റെ ശത്രു ബ്രാഹ്മണനല്ലാതിരിക്കുന്ന പക്ഷം നീ ഇച്ഛിച്ച വിധം ഭൂതഗണങ്ങളാൽ ചുറ്റപ്പെട്ട ആ അഗ്നി ആ കാര്യം സാധിപ്പിക്കും. സുദക്ഷിണനാകട്ടെ അത് അത്ര ശ്രദ്ധിച്ചില്ല. മഹാദേവൻ പറഞ്ഞ പ്രകാരം വ്രതാദി കാര്യങ്ങളെല്ലാം നന്നായി അനുഷ്ഠിച്ചു. സുദക്ഷിണൻ ശ്രീകൃഷ്ണന്റെ നേർക്ക് ആഭിചാര പ്രയോഗം ആരംഭിച്ചു. വലിയ ഹോമം നടത്തി. ആ ഹോമകുണ്ഡത്തിൽ നിന്നും അതിഭയങ്കര ആകൃതിയോടുകൂടിയ ഒരു പുരുഷൻ പ്രത്യക്ഷപ്പെട്ടു. ആ അഗ്നിപുരുഷൻ കത്തുന്ന ശൂലത്തെയും ചുറ്റിക്കൊണ്ട് ദിക്കുകൾ ദഹിപ്പിച്ചുകൊണ്ട് ദ്വാരകയിൽ എത്തി. ദ്വാരകയിലെ ആളുകളെല്ലാം ഭയപ്പെട്ടു. കാട് ദഹിക്കുമ്പോൾ അവിടുത്തെ മാനുകൾ ഭയപ്പെടുന്നത് എങ്ങനെയാണോ അതുപോലെ അവർ ഭയപ്പെട്ട് അഭയത്തിനു വേണ്ടി ഭഗവാന്റെ അടുത്തെത്തി. ഞങ്ങളെ ഈ പുരിയെ രക്ഷിക്കണമേ എന്നപേക്ഷിച്ചു. ലോകങ്ങളെയും രക്ഷിക്കുന്ന ആ ഭഗവാൻ പുഞ്ചിരിച്ചു. നിങ്ങളെ രക്ഷിക്കാൻ ഞാനുണ്ട് എന്ന് പറഞ്ഞു. ഈ വന്നിരിക്കുന്നത് മഹാദേവന്റെ ഭൂതഗണങ്ങളിൽ ഒന്നായ കൃത്യയാണെന്നറിഞ്ഞിട്ട് കൃത്യയെ നശിപ്പിക്കാനായി സുദർശന ചക്രം ഉപയോഗിച്ചു. നാരായണീയത്തിൽ 83-ാമത്തെ ദശകത്തിൽ പറയുന്നു, കാലചക്രത്തെയാണ് മഹർഷിമാർ ഭഗവാന്റെ സുദർശന ചക്രമായി കൽപ്പിച്ചിട്ടുള്ളത്. പ്രളയാഗ്നി പോലെയുള്ളതാണ് സുദർശന ചക്രം. ആകാശത്തെയും ദിഗ്ഭാഗങ്ങളെയും ഒന്നായി പ്രകാശിപ്പിക്കുന്ന ആ സുദർശന ചക്രത്തെ കണ്ട് സഹിക്കാനാവാതെ ഭയപ്പെട്ട് ആ അഗ്നിപുരുഷൻ അവിടെ നിന്നും വാരാണസിയിൽ എത്തി. സുദക്ഷിണനെയും ഋത്തിക്കുകളെയും ദഹിപ്പിച്ചു. പിന്നീട് സുദർശന ചക്രം കാശിയിലേക്ക് കടന്ന് അവിടുത്തെ പട്ടണം, ഗോപുരങ്ങൾ, മാളികകൾ, രാജധാനികൾ, കുതിരപ്പന്തികൾ, ആനപ്പന്തികൾ, സത്രങ്ങൾ, അന്നശാലകൾ ഇങ്ങനെ സർവവും നശിപ്പിച്ചു. പിന്നെ ഭഗവത് സന്നിധിയിലെത്തി. സ്ഥാനമഹിമ നോക്കാതെ ആഭിചാരം ചെയ്തവർക്കും ചെയ്യിച്ചവർക്കും സർവ സ്വത്തിനും നാശമുണ്ടായി എന്നിവിടെ കാണാം. ഭഗവാന്റെ ലീലകൾ മുഴുവനും അനുകരിക്കാൻ ശ്രമിക്കരുത്. അഗ്നിപാനം, അതുപോലെ ഗോവർദ്ധനോദ്ധാരണം, കാളിയമർദ്ദനം, ഉലയാപീഠത്തെ വധിക്കുന്നത്, ഇതൊക്കെ സാധാരണക്കാർക്ക് സാധിക്കുന്നതല്ല. അമാനുഷിക പ്രഭാവം ഉള്ള ആളാണ് ഭഗവാൻ. ജ്ഞാനസ്വരൂപനായ ഭഗവാന് ഐശ്വര്യങ്ങളുണ്ട്, അണിമാതി യോഗസിദ്ധികളുമുണ്ട്. സാധാരണക്കാർക്ക് ഇതൊന്നും ചെയ്യാൻ സാധിക്കില്ലല്ലോ.
ഭഗവാന്റെ പരാക്രമത്തെ വിവരിച്ച ഈ കഥ കേൾക്കുകയോ കേൾപ്പിക്കുകയോ ചെയ്യുന്നത് ദുരിതശാന്തിക്ക് വളരെ നല്ലതാണ്. പാപങ്ങളിൽ നിന്നും മോചിതരാവും, മനഃശാന്തി ലഭിക്കും. നമുക്കെല്ലാവർക്കും ഭക്തി വർദ്ധിക്കാനും സത്സംഗം ലഭിക്കാനും പ്രാർത്ഥിക്കുന്നു. ഈ സത്സംഗത്തിൽ പങ്കെടുക്കാൻ അവസരം തന്നതിന് നന്ദി. പറഞ്ഞ വാക്കുകൾ ഭഗവാന്റെ പാദങ്ങളിലും ആചാര്യന്റെ പാദങ്ങളിലും സമർപ്പിക്കുന്നു. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൻ കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. തിരുമേനിക്ക് പാദ നമസ്കാരം. എല്ലാ സജ്ജനങ്ങളെയും നമസ്കരിക്കുന്നു. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എന്തായാലും വേറൊരു ഭാഗവത കുടുംബം തന്നെ അല്ലേ. അവര് 3 പേരും സഹോദരിമാര് ഭഗവത് കഥകൾ പറഞ്ഞും പാടിയും ഒക്കെ ഒരു ഭാഗ്യം ചെയ്ത ജന്മം തന്നെ, സംശയമില്ല. പൗണ്ഡ്രക വാസുദേവന്റെ കഥ വളരെ സൗമ്യമായിട്ടൊരു ഇടതടവില്ലാത്ത വാക്കുകളിലൂടെ അവതരിപ്പിച്ചു. വളരെയധികം ഹൃദ്യം, ഇത്രേ പറയാനുള്ളൂ. അമ്മയ്ക്ക് ഇനിയും ധാരാളം സത്സംഗങ്ങളും അതുപോലെ സൽക്കർമ്മങ്ങളും ഒക്കെ ചെയ്യാനുള്ള ആയുരാരോഗ്യം ഗുരുവായൂരപ്പൻ വേണ്ട പോലെ കൊടുക്കണേ എന്ന് നമുക്ക് എല്ലാവർക്കും കൂടി ഈ വേദിയിൽ വെച്ച് ഭഗവാനോട് പ്രാർത്ഥിക്കാം. ഇനി പാരായണത്തിലേക്ക് പ്രവേശിക്കാം. 64 കൃഷ്ണൻ. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ചതുഷ്ഷഷ്ടിതമോऽധ്യായः. ശ്രീശുക ഉവാച